വളരെ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത് അറിയാൻ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. യെസ്, DIY സ്കൂൾ സ്റ്റേഷനറീസ്. സോ ഈ വീഡിയോയിൽ ഞാൻ 7 DIYs ആണ് കാണിക്കുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട DIY ഉണ്ട്, എനിക്ക് കുറച്ച് പണി തന്നൊരു DIY ഉണ്ട്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് ക്രാഫ്റ്റ് ഒരു മിനി ബുക്ക് മേക്കിംഗ് ആണ്. മിനി ബുക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റായി പിടിച്ചിട്ട് ഒരു സൈഡ് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. പിന്നെ ഞാനൊരു പീസ് ഓഫ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇനി ഇതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കണം. ഞാൻ ബുക്കിന്റെ കവറേജ് ആയിട്ട് വൈറ്റ് ചാർട്ടാണ് കേട്ടോ എടുത്തത്. അപ്പൊ ബുക്കിന്റെ കറക്റ്റ് സൈസിന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കാം. ഞാനിവിടെ പർപ്പിൾ കളറിലുള്ള ഗ്രിഡ് പാറ്റേൺസ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് വരച്ചു വന്നപ്പം ഏതോ ഒരു സ്കൂളിന്റെ യൂണിഫോമിന്റെ ഒരു ലുക്ക് വന്നു. നമ്മൾ ഓൾറെഡി ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് ഇതിൽ വെച്ചിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും ആ ഒരു പേപ്പർ മാത്രം ഒന്ന് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനി ബുക്ക് റെഡിയാണ്. ഇനി സ്കൂൾ യൂണിഫോമിന്റെ ചായ മാറ്റാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഓൾട്ടർനേറ്റീവ് കളങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഫില്ല് ചെയ്ത് കൊടുത്തപ്പം സ്കൂൾ യൂണിഫോമിന്റെ ചായ മാറി ഏതോ ഒരു നിരച്ച ചെസ് ബോർഡാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനിയും ചായ മാറ്റാം. അതിനായിട്ട് ഒരു പിങ്ക് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് മിസ്റ്റേക്ക് വന്നാലും 2 സ്റ്റിക്കർ ഒട്ടിച്ച് അതിനെ ഒന്ന് നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ട് മിനി ബുക്ക് റെഡിയായി. ഈ ഫൈനൽ ലുക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? അടുത്ത് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പേപ്പർ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ടേപ്പ് ഇതുപോലെ മുറിച്ച് ഈ പേപ്പേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇതിപ്പോ സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എൻ്റെ കയ്യിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ പേപ്പേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ നടുവിലൂടെ ഒന്ന് മുറിച്ചിട്ട് എല്ലാ പേപ്പേഴ്സും സെപ്പറേറ്റ് മുറിച്ചെടുത്ത് ഒന്നിന്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കി നോട്ട് റെഡി. പറയാൻ നല്ല എളുപ്പം. കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ സ്റ്റിക്കി നോട്ട് ഒട്ടാത്ത ഒരു സ്ഥലം പോലും ഇല്ല, എല്ലാവിടെയും. ഫസ്റ്റത്തെ 2 പേപ്പർ അപ്പൊ തന്നെ പൊതിഞ്ഞു വന്നു. അപ്പൊ എങ്ങനെയെങ്കിലും വെട്ടി സെപ്പറേറ്റ് ആക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ വെട്ടി അവസാനം എന്റെ ക്ഷമ നശിച്ചു. മൊത്തത്തിലൊക്കത്തിൽ ഒന്നും ചുരുട്ടിക്കൂട്ടി കളയാൻ തോന്നിയിട്ട് എനിക്ക് അത്രയും എനിക്ക് മെനക്കെട്ട് പിടിച്ച് പണിയായിപ്പോയി. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് സെല്ലോ ടേപ്പ് വെച്ച് ചെയ്താൽ ചിലപ്പോൾ ശരിയായി വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം വലിയ സെല്ലോ ടേപ്പ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് വെച്ച് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തതും മുട്ടം പണി തന്നതും ഈ ക്രാഫ്റ്റാണ്. ഇതിപ്പോ സ്റ്റിക്കിലോട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതാണോ ഇല്ല ഉണ്ടാക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സോ നല്ല ക്ഷമയും സമയം ഉള്ളവർ മാത്രം സ്റ്റിക്കിലോട്ട് ഉണ്ടാക്കാതിരിക്കുക. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക അത് ഞാൻ കണ്ടു. വാവ്, സംഭവം സത്തുക. ഇനിയിപ്പോ കിട്ടി ഏതോ ഒരു അട്ടയെടുത്ത് ഒട്ടിച്ചു വെച്ചു. മതി, ഇവനക്കൊക്കെ ഇത്ര അലങ്കാരം മതി. ഇപ്പൊ സ്റ്റിക്കിലോട്ട് ഏകദേശം വർക്കിംഗ് ആണ്. നെക്സ്റ്റ് ക്രാഫ്റ്റ് ഒരു പെൻ മേക്കറാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഞാനിത് അലങ്കാരം കൂട്ടി ഒന്ന് കൊളാക്കിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും കണ്ടു നോക്കാം. അപ്പൊ ഒരു പെന്നിന്റെ റീഫിൽ എടുത്തിട്ട് ഇതുപോലെ ചുറ്റൊന്ന് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ടൈറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ റീഫിൽ ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ മുകൾ വശത്ത് ഞാൻ പിങ്ക് പേപ്പർ വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ ക്യൂട്ട്നെസ്സിന് വേണ്ടി പിങ്ക് എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇത് റീഫിൽ ഊരിപ്പോരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഗമ്മ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞു ടെഡ്ഡി ബിയേഴ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് റീഫിലിൽ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പെന്നിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടെഡ്ഡി ബിയേഴ്സ് ആണ്. ഇത് വെച്ചപ്പോ തന്നെ പെന്നിന്റെ ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യും കണ്ടോ. ഇനി സെയിം ബോട്ടം പോർഷനിൽ നമ്മൾ ഇതുപോലെ കളർ പേപ്പർ വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കും. ഇപ്പൊ തന്നെ ഇത് കാണാൻ ക്യൂട്ട് ആയിട്ടില്ലേ. ഇനി ഈ ടെഡ്ഡി ബിയേഴ്സ് ഒന്ന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ടെഡ്ഡി ബിയേഴ്സിനെ കാണാൻ ഒരു മങ്ങിയ വലിയൊരു ഫീൽ ഉണ്ടായിരുന്നു. ഈ പെൻ മേക്കർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിലൊരു ക്യാപ്പും കൂടി വേണം. അപ്പൊ സെയിം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചൊന്ന് റോൾ ചെയ്തിട്ട് ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചൊന്ന് കവർ ചെയ്ത് പെന്നിന്റെ ടോപ്പും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ പെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിറയെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പിന്നെ ഞാൻ ഈ ലോങ് വീഡിയോസ് അധികം ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് എഡിറ്റിംഗ് ഒന്നും അത്ര വശമല്ല കേട്ടോ. ഞാനിപ്പോൾ മെല്ലെ പഠിച്ചു വരുന്നുള്ളൂ. സോ ഇതിൽ നിറയെ മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന മാതിരി ഒന്നല്ല, ഓരോ വീഡിയോ ചെയ്യാനും അതിൻ്റെതായ നല്ല എഫേർട്ട് വേണം. ഒരു ചെറിയ ഷോർട്സ് എടുക്കുകയാണെങ്കിലും നല്ല പണിയുണ്ട്. സോ എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സ്കൂൾ സ്റ്റേഷനറിയിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പെൻസിൽ ടോപ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെൻസിൽ ടോപ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ക്ലേ വെച്ചിട്ട്, ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട്, കാർഡ്ബോർഡ് വെച്ചിട്ട്. ഞാനിവിടെ ഇന്ന് ക്ലേ വെച്ചിട്ടുള്ള പെൻസിൽ ടോപ്പറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് അവക്കാഡോ പെൻസിൽ ടോപ്പർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന്റെ ഷേപ്പ് ആകുമ്പോൾ എല്ലാവർക്കും ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ ഞാൻ മിക്കവാറും ക്രാഫ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രാഫ്റ്റ്സ് ആണ് സെലക്ട് ചെയ്യാൻ നോക്കാറ്. അപ്പം അവക്കാഡോയിൽ ഇതുപോലെ ഷേപ്പിൽ ആക്കിയിട്ട് ഉള്ളിൽ സ്കെച്ച് കൊണ്ട് അതിന്റെ കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവക്കാഡോ പെൻസിൽ ടോപ്പർ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പം സൂപ്പർ ക്ലേ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള പെൻസിൽ ടോപ്പർ ഓൾറെഡി എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പഴയ സ്കെയിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ. അതിനായിട്ട് ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് സ്കെയിൽ ഉള്ളിൽ വെച്ചൊന്ന് മടക്കി കൊടുത്ത് അതിന്റെ കറക്റ്റ് ലെങ്ത് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്കെയിൽ കളയുന്നില്ല കേട്ടോ. സ്കെയിൽ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഈ സ്കെയിലിന് നല്ല സ്ട്രെങ്ത്തും ഉണ്ടാവും, നിറയെ കാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഗ്ലൂ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി 2 എഡ്ജസും ഞാൻ ക്ലിയർ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പേപ്പർ വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് ഈ സ്കെയിലിന്റെ മെഷർമെന്റ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഭംഗിക്ക് ഒരു സ്റ്റിക്കറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സ്കെയിൽ ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വാട്ടർ പ്രൂഫാവും, നമുക്ക് കുറെ കാലം ഉപയോഗിക്കാനും പറ്റും. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ക്രാഫ്റ്റിലും വെച്ചിട്ട് എനിക്ക് ഈ സ്കെയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, പിന്നെ നല്ല യൂസ്ഫുൾ ആണ്. സോ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ സ്കെയില് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷാർപ്നർ മേക്ക് ഓവർ ആണ്. ഞാൻ ഓൾറെഡി ഇതിന്റെ ഷോർട്സ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഗിവ് അവേ കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഈ മന്തിലെ ടോപ്പ് കമന്റർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ജൂൺ 1 അനൗൺസ്മെന്റ് ചെയ്തു റിസൾട്ട്. ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന ടോപ്പ് കമന്റർക്കാണ് കേട്ടോ ഗിഫ്റ്റ്. അപ്പോൾ സോ എല്ലാവരും മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങളിടുന്ന എല്ലാ കമന്റും ഞാൻ വായിച്ചു നോക്കാറുണ്ട്. മിക്കവാറും എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഇനി ഇതിലെ ഏറ്റവും റിസ്ക് ഉള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കമന്റ്സ് ഒക്കെ നമുക്ക് എണ്ണി വെക്കണം. അപ്പോൾ എൻ്റെ മെയിൻ പണി ഇപ്പോൾ എത്ര പേര് എത്ര കമന്റ് ഇടുന്നു ഡെയിലി ഞാൻ എഴുതി വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ ശേഷം ഈ മന്തിലാണ് എനിക്ക് ഇത്രയും കമന്റ്സ് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഷാർപ്നർ ഇവിടെ റെഡിയായി. ഈ ക്രാഫ്റ്റ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്രാഫ്റ്റിലോട്ട് പോകാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സ്റ്റേഷനറി ഐറ്റംസ് ഇടാനായിട്ട് നമുക്കൊരു പൗച്ച് ആവശ്യമുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ട്രാൻസ്പെറൻറ്റ് പൗച്ച്. അതിനാകമൊത്തം ആവശ്യം ഒരു OHP ഷീറ്റാണ്. ഈ ഒരു ഷീറ്റിന് ഏകദേശം 10 രൂപയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ കാണിക്കുന്ന മാതിരി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 സൈഡും ക്ലിയർ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സെന്ററിൽ ഇതുപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഏകദേശം റെഡിയായി. ഞാനൊരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇറേസറും ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇറേസറിന് ഒരു മേക്ക് ഓവർ കൊടുത്തില്ല എന്ന് വേണ്ട. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഫ്രണ്ട്സിന്റെ കയ്യിൽ ഇതുപോലെ ഓരോന്നും കണ്ടിട്ട് വീട്ടിൽ പോയി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയും. അവസാനം അമ്മയുടെ കയ്യിൽ നിന്ന് 4 തല്ല് കിട്ടുമ്പോൾ ശരിയായിക്കോളും. അന്നൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ 4 തല്ലൊന്നും ഒഴിവാക്കായിരുന്നു. ഈ ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്കെയിലും പിന്നെ ഷാർപ്നറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക. മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.